ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ആയി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോനൗൺസിൻ്റെ കൂടെ ഓക്സിലറീസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു അല്ലേ? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അതിൻ്റെ കൂടെ ഏതൊക്കെ ഓക്സിലറി വരും, ഏതൊക്കെ ടെൻസിൽ വരും നമ്മൾ പഠിച്ചു അല്ലേ? ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു. പഠിച്ചത് അതും അതിന് മുന്നേ പഠിച്ച ടെൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ടെൻസ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ എക്സസൈസ് ഒന്ന് നോക്കാം. എക്സസൈസ് ഫസ്റ്റ് എക്സസൈസ് എന്താ? ദ എർത്ത് ഡാഷ് റൗണ്ട് ദ സൺ. ഓപ്ഷൻസ് എന്താ? മൂവ്, മൂവ്സ്, മൂവ്ഡ്. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു? ജനറൽ ട്രൂത്ത് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസൻറ്റ് ആകുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ആകുമ്പോൾ നമുക്ക് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ദ എർത്ത്, ഹീ, ഷീ, ഇറ്റ്. നമ്മൾ പറഞ്ഞു തേർഡ് പേഴ്സൺ സിംഗുലർ, ഹീ, ഷീ, ഇറ്റ്. അതിനകത്ത് ഇറ്റിനകത്ത് എർത്ത്, മൂൺ, സൺ, രാമു, രാജു എല്ലാം വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് സിമ്പിൾ പ്രസൻറ്റിൽ ദ എർത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പം നമുക്ക് വെർബിൻ്റെ എസ് ഓർ ES ഫോം വരും. അപ്പോൾ ഇതല്ല മൂവ്സ് അല്ലേ വരിക? മൂവ്സ്. ആൻസർ കിട്ടിയില്ലേ? അങ്ങനെ. അപ്പം ദ എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് വറീഡ് അബൌട്ട് സംതിങ്. ഷീ ഡാഷ് വറീഡ് അബൌട്ട് സംതിങ്. ഇവിടെ എന്താ? വറീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് എന്താ കാണുമ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസ് പോലെ തോന്നുമെങ്കിലും വറീഡ് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നതായി കാണുന്നു എന്നാണ് അതിനർത്ഥം. അപ്പം നമ്മൾ ഇവിടെ ലുക്ക്ഡ് വറീഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ നമുക്ക് ലുക്ക്ഡ് എന്നില്ല. അപ്പം നമുക്കിവിടെ എന്താ വരിക? ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതുമാത്രമല്ല ലുക്കിംഗ് നമുക്ക് ഷീയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഈസ് ഇല്ലാത്തതുകൊണ്ട് ലുക്കിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാസ് ലുക്കിംഗ് എന്നൊരു പ്രയോഗമേ ഇല്ല. അപ്പം നമുക്കിവിടെ ലുക്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം നമുക്ക് ഇതും തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ലുക്സ് ഉപയോഗിക്കാമെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ വൈൽ വി ഡാഷ് ടെന്നീസ്. ഞങ്ങൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി അല്ലേ? അതിനർത്ഥം എന്താ? നമ്മൾ ടെന്നീസ് ഇരിക്കുകയായിരുന്നു. അതിനർത്ഥം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ വന്നാൽ നമ്മൾ എന്ത് പറയാനെ? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം അല്ലേ? അപ്പം വി വെയർ പ്ലേയിങ് ടെന്നീസ്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ വൈൽ വി വെയർ പ്ലേയിങ് ടെന്നീസ്. അതായത് ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ പാസ്റ്റ് കണ്ടിന്യൂസേ വരത്തുള്ളൂ, പാസ്റ്റിൻ്റെ രൂപങ്ങളെ വരത്തുള്ളൂ എന്താണേലും. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ വൈൽ വി വെയർ പ്ലേയിങ് ടെന്നീസ്. ക്ലിയർ ആണല്ലോ? പിന്നെ ആർ പ്ലേയിങ് വരാത്തത് ഇവിടെ സ്റ്റാർട്ടഡ് ടു റെയിൻ എന്നായതുകൊണ്ടാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഹീ ഡാഷ് ഫാസ്റ്റ് വെൻ ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. എന്താ ഇവിടെ നോക്ക്? ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അവൻ വണ്ടി വേഗത്തിൽ ഓടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് ഓടിക്കുകയല്ലായിരുന്നു. അപ്പോൾ അത് എന്താ വരിക? കണ്ടിന്യൂസ് ആക്ഷൻ അല്ലേ? കണ്ടിന്യൂസ് ആക്ഷൻ. പിന്നെ ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യത്തെ പറയുന്നതാണ്. അപ്പോൾ പാസ്റ്റ് ആകുമ്പം പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഇവിടെ എന്തോ വരും? വാസ് ഡ്രൈവിങ്. ഹി വാസ് ഡ്രൈവിങ് ഫാസ്റ്റ് വെൻ ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഹി ഡാഷ് അസ്ലീപ് വൈൽ ഹി വാസ് ഡ്രൈവിങ്. ഇവിടെ നോക്ക്, നമ്മൾ മുകളിൽ പറഞ്ഞ അതേ സെൻറ്റൻസ് ആണ്. വൈൽ ഹി വാസ് ഡ്രൈവിങ്. അപ്പോൾ ഇവിടെ എന്ത് വരും? സിമ്പിൾ പാസ്റ്റേ വരത്തുള്ളൂ. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റേ വരത്തുള്ളൂ. മനസ്സിലായോ? പാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും പാസ്റ്റ് തന്നെ വരും. അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ ഹി ഫെൽ അസ്ലീപ്. ഫോളൻ. ക്ലിയർ ആണല്ലോ? ഹി ഫെൽ അസ്ലീപ് വൈൽ ഹി വാസ് ഡ്രൈവിങ്. ഐ ആം ഷുവർ ഐ ഡാഷ് ഹിം അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ഇവിടെ നോക്ക്, ലാസ്റ്റ് നൈറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അവനെ കണ്ടു എന്നല്ലേ പറയുള്ളൂ. കാണും അല്ലെ കാണുകയാണ് എന്നൊന്നും പറയത്തില്ലല്ലോ. കണ്ടു എന്നല്ലേ പറയത്തുള്ളൂ. അപ്പം സിമ്പിൾ പാസ്റ്റ് സാ. ഐ ആം ഷുവർ ഐ സോ ഹിം അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ് വന്നതുകൊണ്ടാണ്. ക്ലിയർ ആണ്? പിന്നെ ഹീ ഡാഷ് എ മിൽ ഇൻ ഹിസ് ടൗൺ. അതിനകത്ത് അവനൊരു ഉണ്ടെന്നുള്ളതിന് നമ്മൾ ഈ പേഴ്സണൽ പ്രോണൗൺ പഠിച്ചപ്പോൾ നമ്മൾ ഹാസിനെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് വെച്ചിട്ട് ഹി ഹാസ് വരത്തുള്ളൂ. ഹി ഹാസ്, അവിടെ ഹാവ് വരത്തില്ല എന്ന് നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? ഇനി ഹി ഡാഷ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 5 years.
കഴിഞ്ഞ 5 വർഷങ്ങളായി അവൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറഞ്ഞു, പാസ്റ്റിലൊരു ആക്ഷൻ കുറേ മുന്നേ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? ഹാസ് ഓർ ഹാവ് പ്ലസ്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് ഇതിനകത്ത് എന്തോ ഓപ്ഷൻ വരും? ഹാസ് ബീൻ വർക്കിംഗ് എന്നല്ലേ വരുള്ളൂ. ഹാസ് ബീൻ വർക്കിംഗ് ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ ഇവിടെ. ഹി ഡാഷ് ഹിയർ ഫോർ ദ ലാസ്റ്റ് 5 years. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്. എന്ന് നമുക്ക് പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കിട്ടില്ലേ? ഐ ഹാസ് ബീൻ വർക്കിംഗ്. ക്ലിയർ ആണല്ലോ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ തുടങ്ങിയ ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണ്? ഐ ഡാഷ് ഹിം ഫോർ എ ലോങ് ടൈം. ഇങ്ങനെ ഫോർ എ ലോങ് ടൈം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഐ ആം നോയിങ് ഹിം എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നൊന്നും പറയത്തില്ലല്ലോ. നോയുടെ കൂടെ നമ്മൾ ING ഫോം അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നമുക്കിവിടെ പെർഫെക്റ്റ് ഉപയോഗിക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ്. ക്ലിയർ ആണോ? പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. അങ്ങനെയല്ലേ നമ്മൾ പറയത്തുള്ളൂ. എനിക്കിവനെ കുറേ കാലമായി അറിയാം എന്നല്ലേ പറയുള്ളൂ. അറിയുകയായിരുന്നു, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. അറിയാം, അങ്ങനെയല്ലേ നമ്മൾ പറയത്തുള്ളൂ. അപ്പം ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. പിന്നെ വി ഡാഷ് ഇംഗ്ലീഷ് ഫോർ 5 years. ഇവിടെ എന്താ? 5 വർഷങ്ങളായി നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ഇംഗ്ലീഷ്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 5 years എന്ന് നമ്മൾ വേണമെങ്കിൽ പറഞ്ഞൂടെ? നമ്മൾ പഠിച്ച സെൻറ്റൻസിനാണ്, സെയിം തന്നെയാണിത്. ഇവിടെ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് എന്നേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഐ ഡാഷ് മൈ ഹോംവർക്ക്. ഇവിടെ എന്താ? നമ്മൾ ആദ്യം പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് വരും. സിമ്പിൾ പാസ്റ്റിനോട് ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ പാസ്റ്റ് കണ്ടിന്യൂസ് വരും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ പാസ്റ്റിനോട് പാസ്റ്റ് കണ്ടിന്യൂസ് വരും പോലെ സിമ്പിൾ പ്രസൻറ്റിനോട് പ്രസൻറ്റ് കണ്ടിന്യൂസ് വരും. ക്ലിയർ ആണല്ലോ? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഐ ഡാഷ് മൈ ഹോംവർക്ക്. ഇവിടെ എന്താ? കണ്ടിന്യൂസിൽ എന്താ വരിക? പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസിന് എന്ത് ചേർക്കണം? ഐയുടെ കൂടെ ആമേ വരത്തുള്ളൂ. ആം കഴിഞ്ഞിട്ട് വെർബ് പ്ലസ് ING വരണമെന്ന് നമുക്കറിയാം. ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്. ക്ലിയർ ആണോ? അബ്ദുൾ ഡാഷ് ടു ബി എ ഡോക്ടർ. അബ്ദുളിന് ഒരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പം ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയും? അതിന് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. വാണ്ടഡ് ടു ബി എ ഡോക്ടർ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ നമുക്ക് വാണ്ടഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാണ്ടിങ് എന്തായാലും വരത്തില്ല. അവിടെ ഈസ് ഇല്ലാത്തതുകൊണ്ട് ഈസ് വാണ്ടിങ് വരത്തില്ല. ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് നമ്മൾ പറയത്തില്ല. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് വാണ്ട്സേ വരത്തുള്ളൂ. ഇപ്പോൾ സൂപ്പ് ഡാഷ് ഗുഡ്. ഓപ്ഷൻസ് ടേസ്റ്റ്സ്, ഈസ് ടേസ്റ്റിംഗ്. നമ്മൾ ടേസ്റ്റിൻ്റെ കൂടെയും ഇപ്പം നമ്മൾ പറഞ്ഞ വോൺസ് ഇല്ലേ, വോൺസ് ING ചേർക്കാത്ത പോലെ ഇവിടെ ടേസ്റ്റിൻ്റെ കൂടെയും ING ചേർക്കത്തില്ല. ചേർത്ത് നമുക്ക് അർത്ഥം വരത്തില്ല. അതുകൊണ്ടാണ് ദ സൂപ്പ് ടേസ്റ്റ് ഗുഡ്. ഈ സൂപ്പ് നല്ല ടേസ്റ്റ് ആണെന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അതാണ് ടേസ്റ്റ്സ് എന്നാ വരിക. ദ സൂപ്പ് ടേസ്റ്റ്സ് ഗുഡ്. എന്തുകൊണ്ടാണ്? ഇത് തേർഡ് പേഴ്സൺ സിംഗുലറാണ്. ദ സൂപ്പ് ഇറ്റ് എന്നുള്ള ഇതിൽ വരും. പ്രോനൗണിൽ ഇറ്റ് എന്നുള്ള സ്ഥലത്ത് ഇതിനെ ഉപയോഗിക്കാം. ദ സൂപ്പ് അല്ല, എന്ത് വേണമെങ്കിലും ഞാൻ പറയാമെന്ന് പറഞ്ഞു. സിംഗുലറാണ്. ദ സൂപ്പ് ഡാഷ് ഗുഡ് ടേസ്റ്റ് ഗുഡ്. ക്ലിയർ ആണോ? ഹീ ഡാഷ് ഔട്ട് 5 minutes ago. ക്ലിയർ ആയോ? ഹീ ഡാഷ് ഔട്ട് 5 minutes ago. ഹാസ് ഗോൺ, ഹാഡ് ഗോൺ, വെൻറ്റ്. ഞാൻ പറഞ്ഞു കറക്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ എന്താ വരിക? കറക്റ്റ് ടൈം തന്നിട്ടുണ്ട്, 5 minutes മുന്നേ പോയി. അതുകൊണ്ട് നമുക്ക് എന്തുപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ പോരെ? വെൻറ്റ്. ഹീ വെൻറ്റ് ഔട്ട് 5 minutes ago. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദ ബേബി ഡാഷ് ഓൾ മോർണിംഗ്. രാവിലെ മുഴുവൻ കുഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെയല്ലേ പറയുള്ളൂ? കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു എന്നല്ലേ പറയുള്ളൂ. അപ്പം കുറച്ച് നേരം ചെയ്ത ആക്ഷൻ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹാസ് ബീൻ ക്രൈയിങ് എന്ന് പറയാം. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഒരു 11 ഉണ്ടെങ്കിലും ശരിയായെങ്കിൽ നിങ്ങൾ ഒരുമാതിരി ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ അത്രയും ക്ലിയർ ആണെന്ന് പറയാം. ഓക്കെ, ഒരു 11 ശരിയായി, 10 മേലെ ശരിയായിട്ടുണ്ടെങ്കിൽ 15 15 കിട്ടിയൊരു സൂപ്പർ പെർഫെക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ ഇപ്പം സ്ട്രക്ചറും റൂളും പഠിച്ചു അല്ലേ? പിന്നെ ഇപ്പം ഈ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടി എവിടെയൊക്കെയാണെന്ന്. ഇനി കറക്റ്റ് ഞാനത് ചെറിയ കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു തന്നു. ഇനി കറക്റ്റായിട്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുമെന്നും കൂടെ നമുക്ക് ശരിക്കും ഒന്ന് പഠിക്കാം അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം? ടു എക്സ്പ്രസ് എ ഹബിച്വൽ ആക്ഷൻ. ഒരു ഹബിച്വൽ ആക്ഷൻ പറയുമ്പം നമുക്ക് എന്താ പറയുക? സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. ഹബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തി. സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞാൽ മതിയാവും. അപ്പം എന്നും നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഹീ ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കും, അല്ലേ? കുടിക്കുന്നുണ്ട്, അതാണ് അർത്ഥം. ഹീ ഡ്രിങ്ക്സ് ഞാൻ റെഡ് കളറിൽ ഇട്ടേക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറക്കരുത്. തേർഡ് പേഴ്സൺ സിംഗുലർ ആകുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ എസ് ഫോം വരും. ക്ലിയർ ആണല്ലോ? വെർബിൻ്റെ എസ് ഫോം വരും. ക്ലിയർ ആണല്ലോ? ഐ പ്ലേ ഹോക്കി എവരി ഈവനിങ്. ഷീ ഗെറ്റ് അപ്പ് എവറി ഡേ അറ്റ് 5 o'clock. ഇതൊക്കെ ഹബിച്വൽ ആക്ഷൻ അല്ലേ? റെഗുലറായി ചെയ്യുന്ന ആക്ഷൻ അല്ലേ? ഇതിനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ പറ്റും. റെഗുലറായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യണേന് നമ്മൾ അങ്ങനെ അർത്ഥം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് നമ്മൾ എക്സാമിന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയും. വി ഗോ ടു ഓഫീസ് എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ ഓഫീസിൽ പോകും. ഇതൊക്കെ ഹബിച്വൽ ആക്ഷനാണ്. റെഗുലറായിട്ട് ചെയ്യുന്ന ആക്ഷൻസിനെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ പറയത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇത് നോക്ക്. ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത്, അല്ലേ? ജനറൽ ട്രൂത്ത് പറയാൻ നമ്മൾ എന്ത് പറയും? ജനറൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള സത്യങ്ങൾ, ജനറലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതും സിമ്പിൾ പ്രസൻറ്റിൽ തന്നെയാണ് പറയുന്നത്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അല്ലേ? സൺ എവിടെയാണ് റൈസ് ചെയ്യുന്നത്? ഈസ്റ്റിലല്ലേ ഉദിക്കുന്നത്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. എർത്ത് ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നു. ഹണി ഈസ് സ്വീറ്റ്. തേൻ മധുരമുള്ളതല്ലേ? ആണ്. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. അതുപോലെ ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ആയിട്ടുള്ള ട്രൂത്ത്, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ട്രൂത്ത്. അതിനെ നമുക്ക് എന്ത് പറയാം? സത്യത്തിന് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ഈവൻറ്റ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഓർ ഫിക്സ്ഡ് പ്രോഗ്രാം. ക്ലിയർ ആണല്ലോ? അതായത് നമ്മൾ ഒരു ഫ്യൂച്ചർ ഈവൻറ്റിനെ ഫിക്സ്ഡ് ടൈം ടേബിളിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നതും വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ നോക്കിയോ. ദ നെക്സ്റ്റ് ട്രെയിൻ ഈസ് അറ്റ് 9 o'clock ടുമോറോ മോർണിംഗ്. ദ നെക്സ്റ്റ് ട്രെയിൻ വിൽ ബി അറ്റ് 9 o'clock എന്നും പറയാം. അതിനെക്കാട്ടി ഇങ്ങനെയും പറയാം. ഇത് പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞാലും കറക്റ്റാണ്. ദ നെക്സ്റ്റ് ട്രെയിൻ ഈസ് അറ്റ് 9 o'clock ടുമോറോ മോർണിംഗ്. നാളത്തെ കാര്യമാണ്. നാളത്തെ കാര്യം പറയണമെങ്കിലും ഫിക്സ്ഡ് ടൈം ടേബിൾ ആണെങ്കിൽ, ഫിക്സ്ഡ് പ്രോഗ്രാമോ ഫിക്സ്ഡ് ടൈം ടേബിളോ നേരത്തെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈം ടേബിളോ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. അത് തെറ്റില്ലെന്നാണ് അർത്ഥം. ഓക്കെ. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 8 o'clock. ദ മാച്ച് 8 മണിക്ക് തുടങ്ങും. ക്ലിയർ ആണല്ലോ? ദ ബസ് ലീവ്സ് അറ്റ് 5 PM. 5 മണിക്ക് ബസ് പോകും. വെൻ ഡസ് ദ ഹോട്ടൽ റീ ഓപ്പൺ. എപ്പോൾ ഹോട്ടൽ അടച്ചാൽ നമുക്ക് ഇന്ന് സ്ഥിര സമയത്തല്ലേ ഓപ്പൺ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് വെൻ ഡസ് ദ ഹോട്ടൽ റീ ഓപ്പൺ എന്ന് ചോദിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ ക്ലോസ് ആയി, നാളെ എപ്പം തുറക്കുമെന്നുള്ളതിന് ചോദിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻസ്. ഇനി കൊട്ടേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഇത് ഉപയോഗിക്കാറുണ്ട്. കൊട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അല്ലേ? ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സിമ്പിൾ പ്രസൻറ്റ് തന്നെ. അതായത് അവർ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. കീറ്റ്സ് സെയ്സ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. ക്ലിയർ ആയോ? അതായത് നമ്മൾ ഒരാൾ കോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ കോട്ട് ചെയ്യാൻ പറ്റും. ബേക്കൺ സെയ്സ് റീഡിങ് മേക്സ് എ ഫുൾ മാൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ നമുക്കിനി കുറച്ച് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് നിങ്ങൾക്ക് തരുവാണ്, നിങ്ങൾ നോക്കുക. ഐവരെ എക്സസൈസ് ചെയ്യുക. ചെയ്തിട്ട് ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. ഇനി ഇത്രയും നമ്മൾ അധികമൊന്നും പഠിച്ചിട്ടില്ല. ആകപ്പാടെ 4 കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എവിടേക്ക് ഉപയോഗിക്കാമെന്ന് പഠിച്ചു. ഹബിച്വൽ ആക്ഷൻസിന് ഉപയോഗിക്കാൻ വേണ്ടി പഠിച്ചു. ഹബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഹബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക്. പിന്നെ ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്, എല്ലാവരും വിശ്വസിക്കുന്ന, എല്ലാവരും സത്യം എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. പിന്നെ എവിടെയാണ്? പിന്നെ ഫിക്സ്ഡ് ടൈം ടേബിൾ, ഫിക്സ്ഡ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. പിന്നെ കൊട്ടേഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഇത്രയാണ് സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ ആർക്കും? ഡൗട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. ഇനി നിങ്ങൾ ഈ എക്സസൈസ് ഒന്ന് ചെയ്യുക. എക്സസൈസ് എന്നത്തെയും പോലെ നിങ്ങൾ
നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ഇടില്ല, അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യുമ്പം തെറ്റ് വരുമ്പം നമുക്ക് അടുത്ത് ഞാൻ ആൻസർ പറയുമ്പം നിങ്ങൾക്ക് തെറ്റുമെല്ലാം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ഫുള്ള് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണും വരയ്ക്കും താങ്ക് യു വെരി മച്ച്. സി യു സൂൺ.